ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 39 ലക്ഷത്തിലധികം രൂപയുമായി മഹാരാഷ്ട്ര സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മഹാരാഷ്ട്ര സംഗ്ലി ഗാനാപൂർ സിദ്ധനാഥ് മന്ദിർ സൗരവ് ദീപക് പൈസാലിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്രയിൽ നിന്നും കായംകുളത്തേക്ക് സ്വർണം വാങ്ങുവാൻ കൊണ്ടുപോകുന്ന പണമാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കായംകുളത്ത് നിന്നും മഹാരാഷ്ട്രയിൽ എത്തിച്ചാൽ കൂടുതൽ തുകയ്ക്ക് വിൽപ്പന നടത്താനാവുമെന്നാണ് സൗരവിന്റെ മൊഴി. ഉച്ചയോടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിൽ 2 ബാഗുകളിലായി പോകുകയായിരുന്ന ഇയാളെ സംശയാസ്പദമായി കണ്ടെത്തുകയായിരുന്നു. ട്രോളി ബാഗിന്റെ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ബന്ധപ്പെട്ട സ്പെഷ്യൽ ചെക്ക് നടത്തുകയായിരുന്നു. ആ സമയത്ത് റെയിൽവേ സ്റ്റേഷന് പുറത്ത് ഒരു ഭക്ഷണശാലയ്ക്ക് സമീപം അസ്വാഭാവികമായ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരനെ 2 ബാഗുകളായിട്ട് കാണും. തുടർന്ന് അയാളെ ചെക്ക് ചെയ്ത സമയത്ത് അയാളുടെ ബാഗിൽ രഹസ്യ അറകൾ ഉണ്ടാക്കിയിട്ട് ആ രഹസ്യ അറയ്ക്കകത്ത് 500 രൂപയുടെ ഇന്ത്യൻ കറൻസി നോട്ടുകൾ 39,08,000 രൂപ കാണപ്പെട്ടു. അതിൻ്റെ കൃത്യമായിട്ടുള്ള സോഴ്സോ ഡെസ്റ്റിനേഷനോ ഒന്നും തന്നെ പറയാൻ അയാളെ കൊണ്ട് സാധിച്ചില്ല. അപ്പോൾ ഈ സംഖ്യ അനധികൃത പണം ആയിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അയാൾ മഹാരാഷ്ട്രക്കാരനാണ്. കായംകുളത്ത് ചെന്ന് സ്വർണം വാങ്ങിക്കുന്നതിന് വേണ്ടി പോവുകയാണെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ള മൊഴി. ഈ സംഭവത്തെ സംബന്ധിച്ച് ഇൻകം ടാക്സിനും വിവരം അറിയിക്കുന്നുണ്ട്. നമ്മുടെ ഇൻറ്റിമേഷൻ കിട്ടുന്ന മുറയ്ക്ക് ഇൻകം ടാക്സ് വിഭാഗം ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. ബാക്കി നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കുന്നതാണ്. VCV ന്യൂസ് ഷൊർണൂർ. ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ. 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ.